കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മറ്റാരുടെയോ പ്രേരണയാൽ ബാലമ്മ ഇങ്ങനെയായി മാറിയതാണെങ്കിലോ? അങ്ങനെയെങ്കിൽ അതാര്? എന്തായാലും കാര്യങ്ങൾ എത്രത്തോളം ആയില്ലേ. തൽക്കാലം വേറൊന്നിനെ കുറിച്ചും രാജാറാം ആലോചിക്കണ്ട. ഒളിപ്പോരെനിക്ക് പരിചിതമല്ല. നേർക്ക് നേർ വന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യം അവർക്കുണ്ടാവട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. നീ തൽക്കാലം എൻ്റെ മുന്നിൽ ശ്രീലക്ഷ്മിയുടെ സന്തോഷം മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയുള്ള ഈ ഡോക്യുമെന്റ്സ് എൻ്റെ കയ്യിലെത്തിച്ച നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക്സ് ലോട്ട്. ഏയ് അതെന്തിനാ? എത്രയായി? 60. അങ്കിൾ, എന്താ മോളെ? എനിക്ക് പോലീസും പോലീസ് സ്റ്റേഷനൊക്കെ ഭയങ്കര പേടിയാ. അങ്കിൾ ഇത് ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരുമോ? മോളെ നീ പേടിക്കണ്ട. തല പോണ കുറ്റമൊന്നും നമ്മളാരും ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിലേ, ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിലൊന്നും വന്നിട്ടില്ല. പിന്നെ അവരെന്നോട് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചാ ഞാൻ ആകെ പതറിപ്പോവും. മോളെ അതിനും മാത്രം ഇവിടെ ഒരു പ്രശ്നമില്ല. മോള് ധൈര്യമായിട്ട് വാ, അങ്കിളില്ലേ കൂടെ. വാ. നമസ്കാരം സാർ. നമസ്കാരം. SI സാറിനൊന്ന് കാണണമായിരുന്നു. SI സാർ ഇല്ലല്ലോ. എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാനാണോ? അയ്യോ അല്ല സാർ, വളരെ അത്യാവശ്യമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. CI സാർ അകത്തുണ്ട്, പോയി കണ്ടോളൂ. ശരി സാർ. നമസ്കാരം സാർ. CI സാറ് അകത്തുണ്ട്. ഒരാൾ പോയാൽ മതി. ഓ, മോളോട് നിൽക്ക്. സാർ നമസ്കാരം. സാർ നമസ്കാരം. ഇരിക്കെ. പറയും, എന്താ വേണ്ടത്? സാർ, എൻ്റെ പേര് സുദർശൻ എന്നാണ്. ഡോക്ടർ കർത്ത മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഞാനൊരു തട്ടുകട നടത്തിയാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി SI സാർ അവിടെ വന്നിരുന്നു. സാർ, ഈ തോക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. SI സാറിൻ്റെ ആവാനാണ് സാധ്യത. ഇതിവിടെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ഈ റിവോൾവർ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിട്ടി? സാർ, അത് SI സാർ ആ ദിവസം ഞങ്ങളുടെ കടയിൽ വന്നിരുന്നു. അവിടെ വെച്ച് കിട്ടിയതാണെന്നാണ് പറഞ്ഞത്. കിട്ടിയതാണെന്ന് പറഞ്ഞു? ആര് പറഞ്ഞു? അപ്പോൾ ഈ റിവോൾവർ താങ്കൾക്കല്ല കിട്ടിയത്. താങ്കളല്ലേ ഇത് ആദ്യം കണ്ടത്? അല്ല സാർ, ഞങ്ങളുടെ കടയിൽ ജോലി ചെയ്യുന്ന കുട്ടിക്കാണ് അത് കിട്ടിയത്. ആ കുട്ടി ഇതെന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് ആ കുട്ടിയോടെ? പുറത്തുണ്ട് സാർ. വിളിക്കേ. മോളുവാ. സാർ, ഇവൾക്കാണ് കിട്ടിയത്. പേടിക്കണ്ട മോളെ. സാറിനോട് നടന്നത് എന്താണെന്ന് പറഞ്ഞാൽ മതി. ഈ പെൺകുട്ടി നിങ്ങളുടെ? പറയത്തക്ക ബന്ധമൊന്നുമില്ല സാർ, ഞങ്ങളുടെ സ്വന്തം മോളെ പോലെ. എന്താ പേര്? സുധേന സാർ. ഇയാൾ പറഞ്ഞതുപോലെ ഈ റിവോൾവർ നിങ്ങൾക്ക് കിട്ടിയതാണോ അതോ മോഷ്ടിച്ചതാണോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾക്ക് ഈ റിവോൾവർ കളഞ്ഞു കിട്ടിയതാണോ അതോ മോഷ്ടിച്ചതാണോ എന്ന്? അയ്യോ, മോഷ്ടിച്ചല്ല സർ, എനിക്ക് കിട്ടിയതാ. എവിടെ വെച്ച്? കടയുടെ അടുത്ത് കിടക്കുമായിരുന്നു, ജീപ്പ് നിർത്തിയ ഭാഗത്ത്.
താഴെ കിടന്നാണ് ഈ റിവോൾവർ കിട്ടിയതെങ്കിൽ പിന്നെന്തിനാ കൊള്ളക്കാരെ പോലെ മുഖമൊക്കെ മറച്ചു പിടിച്ച് ഇങ്ങനെ പരിങ്ങി വിറച്ചു നിൽക്കുന്നത്? പേടിച്ചിട്ടായിരിക്കും സാർ. ഈ കുട്ടി ഒരു പാവമാണ്. പോലീസ് സ്റ്റേഷനൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത് ആ കുട്ടിയോടാണ്, തന്നോടല്ല. ശരി സാർ. എന്നാണ് തനിക്ക് ഈ റിവോൾവർ കിട്ടിയത്? 2 ദിവസം മുമ്പ്. എന്നിട്ട് ആ ദിവസം തന്നെ എന്താണ് സ്റ്റേഷനിൽ അറിയിക്കാത്തത്? ഇന്നാണോ ഓർമ്മ വന്നത്? അതോ ഇതുകൊണ്ട് ആരെങ്കിലും കൊല്ലാനോ വല്ല ബാങ്ക് കൊള്ളയടിക്കാനും പ്ലാൻ ചെയ്യുകയായിരുന്നു? സത്യം പറയണം, എന്തായിരുന്നു നിന്റെ പ്ലാൻ? ഒന്നും തോന്നരുത് സാർ. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ടാണ് തോക്ക് കിട്ടിയ ദിവസം തന്നെ വരാതിരുന്നത്. ആശുപത്രിയിലായിരുന്നു. തന്റെ നാടെവിടെയാ? വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല സർ. സുദർശൻ ഞങ്ങളുടെ കൂടെയാണ് ഞാനിപ്പോ താമസിക്കുന്നത്. ആ തലയിൽ തട്ടൊന്ന് മാറ്റിക്കേ. എന്താ മുഖം കാണിക്കാൻ ഇത്ര മടി? പിടികിട്ടാ പുള്ളി വല്ലതാണോ? അല്ല സർ. എന്റെ സഹോദരിയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ഒരു പരാതി തരാൻ വന്നതാ. രാഗസുധ എന്ന. കാണാതായിട്ട് എത്ര ദിവസമായി? 20 വർഷം കഴിഞ്ഞു. തന്റെ ഫുൾ നെയിം സുധയെന്നല്ലോ? ശരിക്കുള്ള പേര് രാഗസുധയൊന്നോ മറ്റോ അല്ലേ? അതെ സർ. എന്താ അത് പറയാഞ്ഞ്? നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ആയിട്ടുണ്ടല്ലോ. കംപ്ലൈന്റോ? എത്ര നാളായി രാഗസുധ ഈ സുദർശന്റെ കൂടെ താമസമായിട്ട്? കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ സർ. അതിനു മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു താമസം? സർ, അതിനു മുമ്പ് ഞാൻ തമിഴ്നാടിനടുത്തുള്ള മുത്തുമാരിയമ്മ ക്ഷേത്രത്തിനടുത്തായിരുന്നു താമസിച്ചിരുന്നത്. മുമ്പ് ഞാൻ ചോദിച്ച അതേ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് ബന്ധുക്കളായി ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ, ആരുമില്ല. കഴിഞ്ഞ 20 വർഷമായി ഞാൻ തനിച്ച. ക്ഷേത്രങ്ങൾ ആശ്രമമാണ് എനിക്ക് ഏക ആശ്രയമായി ഉണ്ടായിരുന്നത്. സാർ, ആരാണ് സാർ ഈ കുട്ടിയുടെ പേരിൽ കംപ്ലൈന്റ് തന്നത്? എന്തായിരുന്നു സാർ കംപ്ലൈന്റ്? 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടിയെ കാണാതായെന്നും അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണമെന്നുമാണ് പരാതിയിലുള്ളത്. ഇവരുടെ തന്നെ ഫാമിലിയിലുള്ള ഒരു പെൺകുട്ടിയാണ് പരാതി വന്നിരിക്കുന്നത്. തനിക്ക് അനിയത്തിയോ കസിൻ സിസ്റ്ററോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല സർ, എനിക്കങ്ങനെ അനിയത്തിമാരാരുമില്ല. നോ, ഇയാൾ പറയുന്നത് കള്ളമാണ്. തനിക്കൊരു സഹോദരിയുണ്ട്. ആ കുട്ടിയാണ് കംപ്ലൈന്റ് തന്നിരിക്കുന്നത്. ആ കുട്ടിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ID പ്രൂഫ് എന്തെങ്കിലും തരണമെന്ന് ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു. ID പ്രൂഫ് ഒന്നും കയ്യിലില്ല, എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു പോയ ആളാ. തിരക്കിനിടയിൽ ഞാനും അതങ്ങ് മറന്നുപോയി. താനൊരു കാര്യം ചെയ്യേ, പോയവിടെ ഇരിക്കേ. സർ, അത് ഞങ്ങൾക്ക് കടയിലേക്ക് പോകാൻ സമയമായി. കടയിലൊക്കെ നമുക്ക് പിന്നെ പോകാം. ഇപ്പോ ഞാൻ പറയുന്നത് കേക്ക്, പുറത്തു പോയിരിക്കേ. വാ മോളെ വാ, സാറ് പറയുന്നതനുസരിക്ക് വാ. സർ, ആ SIയെ ഫോൺ ചെയ്ത് വേഗം ഇങ്ങോട്ട് വരാൻ പറയും. സർ. SI വരുമ്പോ ആ കംപ്ലൈന്റ് ചെയ്ത് ആരാണെന്ന് അറിയാൻ പറ്റും. നമുക്ക് കംപ്ലൈന്റ് ചെയ്ത കുട്ടിയെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. ശരി സർ. അങ്കിളെ, ആരാ എന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്? ആരാന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
മോള് വെറുതെ പരിഭ്രമിക്കണ്ട. കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ചിലപ്പോൾ മോളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കും. ആരുമില്ലാത്ത എനിക്ക് ആരാ ബന്ധു? സമാധാനിക്കും മോളെ. SI സാറ് വരുമ്പോൾ അറിയാൻ പറ്റുമെന്നല്ലേ CI സാറ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ആ നജീബ്, ഇത് ഡെസ്പാച്ച് സെക്ഷനിൽ കൊണ്ടു കൊടുക്കണം. ശരി മാഡം. ശരി. സാൻഡ്ര, നാളത്തേക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മീറ്റിങ്ങോ കോൺഫറൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മറ്റന്നാളത്തേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാൻഡ്ര തന്നെ അറ്റൻഡ് ചെയ്താൽ മതി. ശരി സാർ. സാർ എന്താ സാൻഡ്ര? സാർ, സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനു മുമ്പ് സാൻഡ്രയോട് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. മുൻപ് പലതവണ പറഞ്ഞ ഉപയോഗശൂന്യമായി പോയ അതേ കാര്യമാണെങ്കിൽ എനിക്കത് കേൾക്കാനുള്ള സമയമില്ല, മൂടുമില്ല. പറഞ്ഞു പറഞ്ഞ് പഴങ്കഥയായ കാര്യങ്ങളല്ല എനിക്ക് സാറിനോട് പറയാനുള്ളത്. അതെന്താണെന്ന് ഒറ്റ വാക്കിൽ ഞാൻ പറയാം. സോറി. ഞാൻ വേറെ എന്തൊക്കെയോ ആലോചിച്ച് എന്റെ സാഹചര്യങ്ങൾ മറന്ന് പലപ്പോഴും ഞാൻ സാറിനോട് പെരുമാറിയിട്ടുണ്ട്. ബർത്ത്ഡേയുടെ അന്ന് സാറിനെയും പ്രതീക്ഷിച്ചിരുന്ന എന്റെ മുന്നിലേക്ക് വന്നത് രാജാറാം സാർ ആയിരുന്നു. ഓ, അത് ഞാൻ വളരെ തിരക്കായിപ്പോയി. അതാ. എനിക്കറിയാം സാർ. അന്ന് ശ്രീലക്ഷ്മി മാഡത്തിന്റെ സെക്കൻഡ് സിറ്റിംഗ് ആയിരുന്നു അല്ലേ? പക്ഷേ അത് ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ്. സാറിന് അറിയാലോ എന്റെ സ്വഭാവം. എന്തെങ്കിലും ആഗ്രഹിച്ച അത് നടന്നില്ലെങ്കിൽ എന്നെ കൊല്ലുന്നതിന് സമമാണത്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ ഒന്നേ ഉള്ളൂ ഈ ഭൂമിയിൽ. അത് ഇനി അതൊന്നും പറഞ്ഞ് ഞാൻ കാട് കയറുന്നില്ല. എല്ലാത്തിനും സോറി സാർ. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാൻഡ്ര. താൻ പറഞ്ഞ ഒന്നും ഞാൻ ആ അർത്ഥത്തിൽ എടുത്തിട്ടേ ഇല്ലെന്നുള്ളതാണ് സത്യം. ആ അർത്ഥത്തിൽ ഞാൻ എടുത്തിരുന്നെങ്കിൽ സാൻഡ്ര ഈ ഓഫീസിലും ഇപ്പൊ എന്റെ മുന്നിലും നിൽക്കില്ലായിരുന്നു. സാൻഡ്ര വളരെ വളരെ കഴിവുള്ളൊരു കുട്ടിയാണ്. ആ കഴിവും പരിശ്രമവും താൻ പ്രയോജനപ്പെടുത്തേണ്ടത് ഈ ഓഫീസിന് വേണ്ടിയാണ്. അപ്പോഴേ എനിക്കും തനിക്കും മറ്റുള്ളവർക്കും ഉയർച്ചകളുണ്ടാവും. സാൻഡ്രയും രാജാറാമും എൻ്റെ ഇടതും വലതുമുള്ളത് എനിക്കൊരു ധൈര്യമാണ്. ഉണ്ടാവും സർ. പഴയതുപോലെ സാൻഡ്ര ഇനി എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. That's my Sandra. സാറിനെ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്ര സന്തോഷത്തോടെ കണ്ടിട്ടേയില്ല. ചിലപ്പോ ഞാൻ ശ്രദ്ധിക്കാത്തതാവും. അല്ല സർ, ഈ സന്തോഷത്തില് നമുക്കൊരു ലഞ്ചിന് പോയാലോ സർ? ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. സാറിന് എന്നെ വിശ്വാസമായോന്ന് അറിയാൻ വേണ്ടി. ഇപ്പോഴും സംശയത്തിന്റെ കണിക സാറിന്റെ ഉള്ളിൽ ബാക്കിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പഴയ എന്റെ സാറായിരുന്നെങ്കിൽ ഞാൻ ചോദിച്ച ഉടനെ സമ്മതിച്ചേനെ. സാരമില്ല സർ, ഈ സാൻഡ്രയെ പതിയെ പതിയെ സാറ് വിശ്വസിച്ചാ മതി. സാൻഡ്ര, നിൽക്ക്. എനിക്ക് സാൻഡ്രയുടെ മേൽ ഒരു സംശയവും ബാക്കിയില്ല. സാൻഡ്ര പറയും, ഏത് റെസ്റ്റോറൻറ്റിൽ പോകണം? സാർ, അതോ എന്റെ ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട്, അത് ഷെയർ ചെയ്താൽ മതിയോ? എന്തായാലും സാറിന്റെ ഇഷ്ടം. പക്ഷേ ശ്രീലക്ഷ്മി മാഡത്തിന് നമുക്ക് 3 പേർക്ക് കഴിക്കാനുള്ളത് ആ കാരിയറിലുണ്ടാവും. അല്ല സർ, ശ്രീലക്ഷ്മി മാഡം ഏതോ ഫ്രണ്ടിനെ കാണാനായിട്ട് പുറത്തു പോയിരിക്കുക. വരാൻ ചിലപ്പോ വൈകിയേക്കും. ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. എന്നോട് പറഞ്ഞില്ലല്ലോ പുറത്തു പോണ കാര്യം. ശരി, താമ്പാ.
മാഡം, എന്താ നജീബിക്ക? മാഡത്തിനുള്ള ഭക്ഷണം ക്യാബിനിലേക്ക് കൊണ്ടുവരണം. വേണ്ട നജീബിക്ക, ഭക്ഷണം സാറിന്റെ ക്യാബിനിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. ശരി മാഡം. സർ, ഓ. അയ്യോ, സർ ഒരു മിനിറ്റ്. ആ, അങ്കിളെ, ഇവർക്ക് ആള് മാറിപ്പോയതായിരിക്കും. നമുക്ക് പോവാം. എന്റെ പേരിൽ മിസ്സിംഗ് കേസ് കൊടുക്കാൻ വേണ്ടി മാത്രം എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. മോള് പറയുന്നതൊക്കെ ശരിയായിരിക്കും, പക്ഷേ സി സാറ് നമ്മളോട് പറഞ്ഞത് അനുസരിച്ചല്ലേ പറ്റൂ. കുറച്ച് നേരം ക്ഷമിക്കുക. അതിലൊരു വ്യക്തത വരുത്തിയിട്ട് പോയാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സർ, എന്തായടോ, റിവോൾവറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? ഐ ആം സോറി സാർ, ഞാൻ അന്വേഷിക്കുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല സാർ. കിട്ടിയില്ല പോലും. തനിക്ക് നാണമില്ലോടോ ഇങ്ങനെ പറയാൻ? താൻ കാരണം എത്ര ഓഫീസർമാരോട് ഞാൻ സമാധാനം പറഞ്ഞു എന്നറിയാമോ? ഐ ആം സോറി സാർ. സോറി. താനിനി എന്തായാലും ആ റിവോൾവർ അന്വേഷിച്ച് സമയം കളയണ്ട. അത് കിട്ടിയിട്ടുണ്ട്. ഇത് പോലീസ് സ്റ്റേഷനായി പോയി. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരു പോലീസ് റിവോൾവർ സൂക്ഷിക്കാൻ കഴിയാത്ത താൻ പിന്നെ എങ്ങനെയാണോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കും? ഒരു കാര്യം ചെയ്, തനിക്ക് ആ പുറത്തു നിൽക്കുന്നവരെ അറിയാമെന്ന് നോക്കിയിട്ട് വാ. സർ. ഓ, ഇയാളായിരുന്നല്ലേ?